തിരുവനന്തപുരം ധനുവച്ചപുരത്ത് വീട് കുത്തി തുറന്ന മോഷണം. 27 പവൻ സ്വർണവും 35,000-ഓളം രൂപയും കള്ളൻ കവർന്നു. നെടിയാങ്കോട് സ്വദേശി ഷാജു സാമുവലിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പ്രതിക്കായുള്ള അന്വേഷണത്തിലാണ് പോലീസ്. അധ്യാപകനായ ഷാജുവും ഭാര്യ ഇന്ദുവും മകളുടെ വിഴിഞ്ഞത്തെ വീട്ടിലായിരുന്നു. തിരികെ വന്ന വീടിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ഷാജുവിന് ക്യാമറ ഓഫായിരുന്നതായി മനസ്സിലായി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻവാതിൽ തകർത്ത് അകത്തുകയറിയ മോഷ്ടാവ് അലമാരകൾ ഉൾപ്പെടെ കുത്തിപ്പൊളിച്ചായിരുന്നു മോഷണം നടത്തിയത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 27 പവനും 35,000 രൂപയും കവർന്നു. വീടിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകൾ തോർത്തുകൊണ്ട് മറച്ചതിന് ശേഷമാണ് മോഷണം നടത്തിയത്. അകത്ത് കയറിയ ശേഷം DVR-ഉം കൈക്കലാക്കിയാണ് കള്ളൻ കടന്നു കളഞ്ഞത്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ മൊബൈലിൽ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ക്യാമറ കട്ടായി കിടക്കുന്നു. ക്യാമറ കട്ടായതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്ന എൻ്റെ സഹോദരൻ വിക്ടർ ശാമുവിനെ വിളിച്ച് അറിയിച്ചു, അതുപോലെ ക്യാമറ കട്ടായി കിടക്കുന്നു. പുള്ളി ഉടൻ വന്ന് നോക്കിയപ്പോൾ ക്യാമറ തോർത്തുകൊണ്ട് മൂടിയിരിക്കുന്നു. രണ്ട് ക്യാമറ പൊട്ടിച്ചിട്ടിരിക്കുന്നു. പുള്ളി അടുക്കള വഴി നോക്കിയപ്പോൾ അടുക്കള തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അകത്ത് കയറി നോക്കാൻ പറഞ്ഞു. അകത്ത് കയറി നോക്കിയപ്പോൾ എല്ലാ റൂമും കുത്തി പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഫ്രണ്ട് ഡോർ വഴിയാണ് കയറിയിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ കുത്തി പൊട്ടിച്ചിരിക്കുന്നു. പക്ഷേ അത് ചാരി വെച്ചിരുന്നു. അതുകൊണ്ട് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല കള്ളൻ കയറിയിട്ടുണ്ടെന്ന്. പരാതിക്ക് പിന്നാലെ പാറശാല പോലീസ് സ്ഥലത്തെത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അതേസമയം 1 മാസം മുൻപാണ് പാറശാല സ്റ്റേഷൻ പരിധിയിലെ വീടുകൾ കുത്തിത്തുറന്ന് 70ഓളം പവൻ കവർന്നത്. ഈ കേസിലെ ഒരു പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു. മലയോര ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമാകുന്ന വീട് കുത്തിത്തുറന്നുള്ള മോഷണത്തിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. മാതൃഭൂമി ന്യൂസ്, ട്രിവാൻഡ്രം.